ഞാൻ ഇന്നൊരു പാഴ്സൽ പൊട്ടിക്കുവാണ്. ഈ പാഴ്സൽ പൊട്ടിക്കുമ്പോഴത്തേക്ക് പറയാൻ പറ്റില്ല ഈ പാഴ്സൽ എനിക്ക് എന്തോരം അത്യാവശ്യമുള്ളതാണെന്ന്. പക്ഷേ ഇത് പൊട്ടിച്ചിത് കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു സന്തോഷം കണ്ടില്ലേ, എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി ഒരു സാരിയായിരുന്നു. നല്ല സാരിയായിരുന്നു കേട്ടോ. 1000 രൂപയാണ് കേട്ടോ ഈ സാരിയുടെ വില. അതായത് 999. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് അയച്ചു തന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 ദിവസത്തിനകം ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഏട്ടൻ്റെ ഓഫീസിൽ. അവിടെ ലേഡീസ് മീറ്റാണ്. അവിടെ നമുക്ക് സാരിയേ ഉടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബ്ലൗസ് തയ്ക്കണം. വേഗം തന്നെ ബ്ലൗസ് വെട്ടി, അതായത് സാരി മേടിച്ചപ്പോഴത്തേക്ക് എനിക്കറിയായിരുന്നു അത് കറുത്ത ബ്ലൗസാണ് അതിന് വരുന്നതെന്ന്. നേരത്തെ കൂട്ടി തന്നെ ഞാൻ ലൈനിങ് ഒക്കെ വെട്ടി വെച്ചു. സാരി വന്ന് പിന്നെ അതിൻ്റെ എടുത്ത ഉടനെ തന്നെ ലൈനിങ് എടുത്ത് വെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. വേഗം തന്നെ ഞാനത് വെട്ടി ഉടനെ തന്നെ തയ്ച്ചു. വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഇട്ടുകൊണ്ട് പോകണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ പ്രോഗ്രാമിന് വേറെ ആൾക്കാർ തുണികൾ തയ്ക്കാൻ, എന്നെപ്പോലെ തന്നെ ഒത്തിരി പേര് ഇതുപോലെ സാരികളൊന്നും കൊണ്ടുവരാത്തവരുണ്ടായിരുന്നു. അവർ ഇവിടെ ഓടിപ്പിടിച്ച് സാരികളൊക്കെ മേടിച്ച് 2 ദിവസത്തിനകമൊക്കെ തയ്ച്ചു കൊടുക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ബ്ലൗസും തയ്ക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ തുണിയെടുത്ത് എനിക്ക് തയ്ക്കാൻ സമയം കിട്ടാറില്ല. ഈ മറ്റുള്ളവരുടെ തുണികൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെത് അവിടെ എവിടെയെങ്കിലും കിടക്കും. ഇപ്പോഴും വേറെയും ചുരിദാറുകളൊക്കെ തയ്ക്കാൻ അവിടെ കിടപ്പുണ്ട്. പണ്ട് തയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനാണെങ്കിൽ എൻ്റെ തുണികൾ തയ്ക്കുന്ന എൻ്റെ തയ്യൽക്കൂലി ഏട്ടായിയുടെ നിന്ന് മേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും കിട്ടത്തില്ല. അന്ന് കണക്ക് പറഞ്ഞ് ചോദിക്കും, വെളിയിൽ കൊടുക്കണ്ടേ, അപ്പോൾ ആ പൈസ തന്നെ എനിക്ക് വേണമെന്നൊക്കെ പറയുമായിരുന്നു, മേടിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രോഗ്രാമിന് പോയി. അവിടെ നിന്ന് 5, 6 ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് 2, 3 ഫോട്ടോകളൊക്കെ എടുത്തു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഒരു ലക്കി കൂപ്പൺ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു പ്രൈസൊക്കെ അടിച്ച് കിട്ടി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. റോക്കി ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. കുറേ നേരമായി, ഞങ്ങൾ രാവിലെ വന്നതാണ്. 3 മണിയോളമായി.